ലാലേട്ടൻ്റെ ഗുരു സിനിമ 4K റീമാസ്റ്റേർഡ് വെർഷനിലൂടെ റിലീസിന് ഒരുങ്ങുന്നു. സിനിമയുടെ ഡയറക്ടറായ രാജീവ് അഞ്ചൽ സിനിമയുടെ റിലീസ് സംബന്ധിച്ചുള്ള പരിപാടികളൊക്കെ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുരു സിനിമയുടെ റിലീസ് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം. ഗുരു സിനിമയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. മലയാളത്തിൽ ആദ്യമായി ഓസ്കാർ നോമിനേഷൻ കിട്ടിയ ഒരു സിനിമ കൂടിയാണ് ഗുരു. പിന്നെ ഓസ്കാറിന് മത്സരിക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരുപാട് പണച്ചെലവുള്ളൊരു കാര്യമാണ്. ഓസ്കാർ അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള 4 തിയേറ്ററുകളിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കണം. അതിനുവേണ്ടി ഒരു പ്രത്യേക ടീമിനെ ഇറക്കണം. അങ്ങനെ ഒരുപാട് പണച്ചെലവുണ്ട്. ഓസ്കാർ നോമിനേഷനിൽ എത്താനും ഓസ്കാർ നേടാനുമായിട്ട് ആടുജീവിതം ടീം എന്തായാലും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമം വിജയകരമായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യമായി മലയാളത്തിൽ നിന്നും ഓസ്കാർ നേടുന്ന ചിത്രമായിട്ട് ആടുജീവിതം മാറട്ടെ. അന്ധമായ മതതീവ്രതയൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അത് മികച്ച രീതിയിൽ ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് രാജീവ് അഞ്ചൽ ഒരുക്കിയിട്ടുണ്ട്. ഗുരു സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ആയാലും മേക്കിംഗ് ആയാലും വിഷ്വൽസ് ആയാലും വളരെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിലെ വസ്ത്രാലങ്കാരമൊക്കെ. പിന്നെ ലാലേട്ടനും സുരേഷ് ഗോപി, നെടുമുടി വേണു, മധുബാലും ശ്രീനിവാസനും സിനിമയിലെ മറ്റ് താരങ്ങളൊക്കെ ഗംഭീര പെർഫോമൻസാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട്. അതായത് ആ ഒരു ഇലാമപ്പഴം ലാലേട്ടൻ കഴിച്ചതിന് ശേഷം പിന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം കാണിക്കുന്ന ഒരു പ്രകടനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനാണ്. ഗുരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എന്തായാലും ഗുരു പോലുള്ള സിനിമകളൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രം തന്നെയാണ്. അന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാത്തവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ റിലീസ്.